ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ചൈതന്യത്തെയും ആ ചൈതന്യവും ഈ മനുഷ്യ രാശിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യവും തമ്മിലുള്ള ബന്ധത്തെ, അതിൻ്റെ തിരിച്ചറിവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ 100 ശ്ലോകങ്ങളിലൂടെ പല പല ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് അവനെ ബോധവൽക്കരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അണുവായിട്ടുള്ള ഒന്നിലും അതേപോലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള അതിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക്, അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് അത് യാഥാർത്ഥ്യമാണ്, അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ആത്മോപദേശ ശതകത്തിൻ്റെ 96-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു ഏറ്റവും അണുവായിട്ടുള്ളതിനെയും അതേപോലെ തന്നെ ബൃഹത്തായിട്ടുള്ള അഖണ്ഡമായിട്ടുള്ള ഒന്നിനെയും വീണ്ടും ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഗുരു പറയുന്നത്, അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്നു ഇരുഭാഗമായി, രണ്ടും അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്നു പോകും. അപ്പോൾ ഇവിടെ അണുവും അഖണ്ഡവും അതേപോലെ തന്നെ അസ്ഥി നാസ്തി, അസ്ഥി എന്ന് പറയുന്നത് ഉണ്ട്, നാസ്തി എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അണുവായിട്ടുള്ളതും അതുപോലെ തന്നെ അഖണ്ഡമായിട്ട് ഏറ്റവും വലുതായിട്ടുള്ളതും, അതേപോലെ തന്നെ ഉണ്ട്, ഉണ്മ എന്നുള്ളതും ഇല്ലായ്മ എന്നുള്ളതും, ഇത് രണ്ടും വിലസുന്നു ഇരുഭാഗമായിട്ട്. ഇങ്ങനെ രണ്ട് ഭാവങ്ങൾ, രണ്ട് തലങ്ങളിൽ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാവരുടെയും അനുഭവമാണ് താനും. അത് അണയും, ഈ ഭാവങ്ങളെല്ലാം അണയും. പിന്നെയോ അനന്തരം, അപ്പോൾ അണയുന്നത്, ഇത് രണ്ടും, ഈ ഭാവങ്ങളെല്ലാം ഇല്ലാതാകുന്നത്, അണയുക എന്നാണ് ഇല്ലാതാകുന്നത്. അത് വെറുതെ ഇല്ലാതാകില്ല. ഒരു വിളക്ക് നമ്മൾ അണയ്ക്കുന്ന പോലെ അങ്ങനെയുള്ള അണവല്ല, മറിച്ച് വിചാരം ചെയ്ത്, ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഇല്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഈ രണ്ട് ഭാവത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവിടെയാണത് അണയുന്നത്. ഈ അസ്ഥി നാസ്തി, ഉണ്ട് എന്നും ഇല്ല എന്നുള്ള ആ അനുഭവവും നിലയറ്റ് നിന്നു പോകും. അപ്പോൾ ഇവിടെ ഇത് പരിപൂർണമായിട്ട് നിലയറ്റ്, ഇനി ഒരിക്കലും ഇല്ലാത്ത, തിരിച്ചു വരാത്ത രീതിയിലേക്ക് നിന്നു പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ആത്മാനുഭവത്തിലൂടെ മാത്രമാണ് ഈ ഭേദചിന്തകൾ നമ്മൾക്ക് ഇല്ലാതാകുന്നത്. ഒരിക്കൽ ബുദ്ധനോട് ഈശ്വരനുണ്ടോ എന്ന്, ദൈവമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. ബുദ്ധൻ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സത്യ സാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവിനോട് നമ്മൾ ചോദിച്ചാലും അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാലും നമ്മൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം പല മുൻവിധികളോടുകൂടിയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏതെല്ലാം രീതിയിലുള്ള ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ അസ്ഥി നാസ്തി, അണു അഖണ്ഡം, ഇതൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ
ഈ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ എവിടെയാണോ അസ്തമിക്കുന്നത്, അതായത് ഈ കാലദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒന്നിനെ ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന മനസ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ആ അനുഭൂതിയെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് ഇവിടെയെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദൈവം എന്ന് പറയുന്നത്. അതൊരു രൂപത്തിൽ കുടികൊള്ളുന്ന ഒന്നല്ല, ഒരു നാമത്തിൽ കുടികൊള്ളുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അവർ നിശബ്ദമായിട്ടിരിക്കുന്നത്. കാരണം ഈ കാലദേശങ്ങളുടെ അകത്ത് എന്ന് പറയുമ്പോൾ പരിമിതമാണ്. പരിമിതമായിട്ടുള്ള ഒന്നുകൊണ്ട് അപരിമിതമായിട്ടുള്ള ഒന്നിനെ നമ്മൾക്ക് അളക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനോ സാധ്യമല്ല. ഇവിടെയും അങ്ങനെയാണ് ഗുരു പറയുന്നത്. ഇതെല്ലാം നിലയറ്റ് നിന്നു പോകുന്ന ആ അവസ്ഥ, അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ അനുഭവമായിട്ട് നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ എത്രമാത്രം ഗഹനമാണ്, എത്രമാത്രം സൂക്ഷ്മമാണ് ഈ തത്വമെന്ന് നമ്മൾക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിപ്പെടുവാൻ സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.